മണി മാജിക്കിലേക്ക് സ്വാഗതം. സാമ്പത്തിക വിപണിയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം സ്വർണ്ണമല്ല, മറിച്ച് വെള്ളിയാണ്. ഒരു കാലത്ത് പാവങ്ങളുടെ സ്വർണം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന വെള്ളി ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ വമ്പൻ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. ഒരൗൺസ് വെള്ളിയുടെ വില $100 എന്ന ചരിത്രപരമായ നാഴികക്കല്ല് പിന്നിട്ടതോടെ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ആവേശത്തിലാണ്. സ്വർണത്തെക്കാൾ വേഗത്തിൽ മൂല്യം വർദ്ധിക്കുന്ന ഒരു ലോഹമായി വെള്ളി മാറുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നതെന്നും സാധാരണക്കാർക്ക് ഇതിൽ നിന്ന് എങ്ങനെ ലാഭം കൊയ്യാമെന്നും വിശദമായി നമുക്ക് പരിശോധിക്കാം. 2026 1 കിലോ വെള്ളിയുടെ വില 4 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ എത്തിയേക്കാമെന്ന വിദഗ്ധ പ്രവചനങ്ങൾ കേവലം അതിശയോക്തിയല്ലെന്ന് വിപണിയിലെ ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നു. വെള്ളിയുടെ വിലയിൽ ഇത്ര വലിയ ഡിമാൻഡ് വരാനുള്ള പ്രാഥമിക കാരണം അത് കേവലം ഒരു ആഭരണ ലോഹം മാത്രമല്ല എന്നുള്ളതാണ്. സ്വർണം പ്രധാനമായും ഒരു നിക്ഷേപ ആസ്തിയായും ആഭരണമായും ഉപയോഗിക്കുമ്പോൾ വെള്ളിക്ക് അതിനേക്കാൾ വലിയൊരു ദൗത്യം ആധുനിക ലോകത്ത് നിർവഹിക്കാനുണ്ട്. ലോകം ഇന്ന് ഹരിത ഊർജ്ജത്തിലേക്കും സാങ്കേതിക വിപ്ലവത്തിലേക്കും ചുവട് വെക്കുമ്പോൾ വെള്ളിയുടെ പങ്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഉദാഹരണത്തിന് സോളാർ പാനലുകളുടെ നിർമ്മാണത്തിൽ വെള്ളി ഒരു പ്രധാന ഘടകമാണ്. ലോകമെമ്പാടും സോളാർ പവർ പ്ലാന്റുകൾ വർദ്ധിക്കുന്നതോടെ വെള്ളിയുടെ ആവശ്യകതയും കുതിച്ചുയരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിലും 5G സാങ്കേതിക വിദ്യയിലും വെള്ളി വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ വ്യാവസായിക ആവശ്യകതയാണ് വെള്ളിയെ മറ്റ് ലോഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. വിതരണവും ആവശ്യകതയും തമ്മിലുള്ള വലിയ വിടവാണ് മറ്റൊരു പ്രധാന ഘടകം. ഭൂമിയിൽ നിന്ന് വെള്ളി ഖനനം ചെയ്തെടുക്കുന്ന അളവ് വർഷം തോറും കുറഞ്ഞു വരികയാണ്. നിലവിൽ ഖനികളിൽ നിന്നുള്ള ഉൽപ്പാദനം കുറയുന്നതും പുതിയ ഖനികൾ കണ്ടെത്താൻ താമസിക്കുന്നതും വിപണിയിൽ വെള്ളിയുടെ ക്ഷാമത്തിന് കാരണമാകുന്നു. ഇതിനിടയിലാണ് ആഗോളതലത്തിലുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. യുദ്ധങ്ങളും സാമ്പത്തിക അസ്ഥിരതയും ഉണ്ടാകുമ്പോൾ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും തിരിയുന്നു. ഇതോടെ ഡിമാൻഡ് വർദ്ധിക്കുകയും വില അനിയന്ത്രിതമായി ഉയരുകയും ചെയ്യുന്നു. സാധാരണക്കാരായ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിൽ എങ്ങനെ നിക്ഷേപം തുടങ്ങണം എന്നത് വലിയൊരു ചോദ്യമാണ്. കേരളത്തിലുള്ളവർക്ക് വെള്ളി നിക്ഷേപം തുടരാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം സിൽവർ ETF ആണ്. ഫിസിക്കലായി വെള്ളി വാങ്ങി സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന പണിക്കൂലി, GST, സുരക്ഷിതത്വം എന്നീ പ്രശ്നങ്ങളെ മറികടക്കാൻ ETF സഹായിക്കുന്നു. ഓഹരി വിപണിയിലൂടെ ഡിജിറ്റൽ രൂപത്തിൽ വെള്ളി വാങ്ങുന്ന രീതിയാണിത്. എന്നാൽ നിങ്ങൾ UAE പോലെയുള്ള വിദേശ രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് ഫിസിക്കൽ സിൽവർ ബാറുകൾ വാങ്ങി സൂക്ഷിക്കുന്നത് ലാഭകരമാണ്. 999.9 പരിശുദ്ധിയുള്ള സിൽവർ ബാറുകൾക്ക് പലയിടത്തും നികുതി ഇളവുകൾ ലഭിക്കാറുണ്ട്. 1 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള ബാറുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. സ്വർണവും വെള്ളിയും തമ്മിലുള്ള താരതമ്യം പരിശോധിച്ചാൽ കൗതുകകരമായ ചില കാര്യങ്ങൾ വ്യക്തമാകും. ഒരു കാലത്ത് 1 കിലോ സ്വർണം വിറ്റാൽ 110 കിലോ വെള്ളി വാങ്ങാമായിരുന്നുവെങ്കിൽ ഇന്ന് അത് ഏകദേശം 47 കിലോ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഇതിനർത്ഥം സ്വർണത്തേക്കാൾ വേഗത്തിൽ വെള്ളിക്ക് വില കൂടുന്നു എന്നതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വെള്ളി വിലയിൽ 200% വർധനവുണ്ടായപ്പോൾ സ്വർണത്തിന് 80% വർധനവ് മാത്രമാണ് ഉണ്ടായത്. എങ്കിലും വെള്ളിയിൽ നിക്ഷേപിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വർണത്തെ അപേക്ഷിച്ച് വെള്ളിയുടെ വിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ലാഭത്തിനായി ഹ്രസ്വകാലത്തേക്ക് നിക്ഷേപിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ദീർഘകാല നിക്ഷേപം ലക്ഷ്യമിടുന്നവർക്ക്, അതായത് 5 മുതൽ 10 വർഷം വരെ നിക്ഷേപം തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സുവർണാവസരമാണ്. ഭാവിയിൽ സോളാർ, ഇലക്ട്രിക് വാഹന മേഖലകൾ ഇനിയും വികസിക്കുമെന്നതിനാൽ വെള്ളിയുടെ മൂല്യം ഇനിയും വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. എന്നാൽ കയ്യിലുള്ള മുഴുവൻ പണവും ഒന്നിച്ച് നിക്ഷേപിക്കാതെ ഒരു SIP മോഡലിൽ നിക്ഷേപിക്കുന്നതാണ് ബുദ്ധി. വിപണിയിൽ വില കുറയുന്ന സമയങ്ങളിൽ കൂടുതൽ വാങ്ങിക്കൂട്ടുന്നതിലൂടെ ശരാശരി വില കുറയ്ക്കാനും ഭാവിയിൽ വലിയ ലാഭം നേടാനും സാധിക്കും. ഹ്രസ്വകാല നിക്ഷേപകർ വിപണിയിലെ പ്രൈസ് കറക്ഷൻ ശ്രദ്ധിക്കണം. വില പെട്ടെന്നുയരുമ്പോൾ ആളുകൾ ലാഭമെടുക്കാൻ വേണ്ടി വെള്ളി വിൽക്കുകയും അത് വില താൽക്കാലികമായി കുറയാൻ കാരണമാവുകയും ചെയ്യും. അത്തരം അവസരങ്ങൾ നിക്ഷേപത്തിനായി ഉപയോഗിക്കാം. ചുരുക്കത്തിൽ വെള്ളി എന്നത് വെറുമൊരു അലങ്കാര വസ്തുവല്ല, മറിച്ച് വരാനിരിക്കുന്ന സാങ്കേതിക യുഗത്തിൻ്റെ ഇന്ധനമാണ്. ലോകത്തിൻ്റെ വ്യവസായ ചക്രം തിരിയണമെങ്കിൽ വെള്ളി അനിവാര്യമാണ്. നിക്ഷേപകർക്ക് സ്വർണത്തേക്കാൾ ഉയർന്ന വരുമാനം നൽകാൻ വെള്ളിക്കാകുമെന്ന് വിപണി വിദഗ്ധർ ഒരേ സ്വരത്തിൽ പറയുന്നു. വിവേകപൂർണമായ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ വെള്ളിയുടെ ഈ കുതിച്ചുചാട്ടം നിങ്ങളുടെ സാമ്പത്തിക ഭാവി ഭദ്രമാക്കാൻ സഹായിക്കും. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരും ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും വെള്ളിയുടെ ഈ വെള്ളിത്തിളക്കം വലിയ ഒരു അവസരമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.